മഹേന്ദ്രയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ് ആയ വാഹനങ്ങളിൽ ഒന്നാണ് XUV 700. 2021 ആദ്യ XUV 700 വരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന XUV 500 വരെ നിർത്തലാക്കിയിട്ടാണ് XUV 700 ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു മോഡലിൽ നിർത്തലാക്കിയിട്ട് അടുത്ത ഒരു മോഡൽ, ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു മോഡൽ ഇറക്കുമ്പോൾ കാര്യമായിട്ട് മഹേന്ദ്ര ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു സംശയം ഉണ്ടായില്ല, കാരണം ലക്ഷങ്ങളോളം വാഹനങ്ങളാണ് XUV 700 ഈ 3-4 വർഷം കൊണ്ട് വിറ്റഴിഞ്ഞു പോയത്. അപ്പോൾ ഇന്നെന്റെ കൂടെയുള്ളത് XUV 700 നെപ്പോളിയൻ ബ്ലാക്ക് എന്ന കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടിയ ഒരു മോഡലാണുള്ളത്. അപ്പോൾ നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ ഓൾറെഡി 2 700 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് AX7L എന്ന ടോപ്പ് എൻഡ് മോഡലും, ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും ആ വീഡിയോ ചെയ്തിട്ട്. പിന്നെ മറ്റൊന്ന് 14 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ബേസ് മോഡൽ വാഹനത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളാണ് ഈ XUV 700 ടോപ്പ് എൻഡ് വേരിയന്റിന്റെ വില വരുന്നത്. അപ്പോ ഏത് ഒരു ആൾക്കാർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഈ XUV 700 മോഡലായാലും ഫീച്ചറെല്ലാം. പക്ഷെ നമുക്ക് അതിന്റെ നേർ പകുതി വിലയ്ക്ക് അതൊരു 14 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ഒരു വാഹനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം ഒരു മിഡ് റേഞ്ച് ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വിലയിൽ ഒതുങ്ങുന്ന ഒരു വാഹനമാണ് ആ 14 ലക്ഷം രൂപയുടെ XUV 700. ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് കുറച്ചിട്ടൊന്നുമില്ല, എന്നാൽ മാന്യമായ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് താനും. അപ്പോൾ ഈ കാണുന്നതാണ് XUV 700 പുതിയ 2024 മോഡൽ നെപ്പോളിയൻ ബ്ലാക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഴുവൻ കറുപ്പില് കുളിച്ചു നിൽക്കുകയാണ്. അതിന് കമ്പനി വിളിക്കുന്ന പേര് നെപ്പോളി ബ്ലാക്ക് എന്നാണ്. ആകെ മുൻവശത്ത് നമുക്ക് കറുപ്പ് നിറം കാണാത്തത് ഈ ടിൻപീക്ക് ലോഗോയിലുള്ളത് മാത്രമാണ്. അത് അങ്ങനെ ക്രോമിയത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. ഈ ടിൻപീക്ക് ലോഗോ നമ്മൾ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് കണ്ടതും XUV 700 വന്നപ്പോഴാണ്. പിന്നെ ഈ ഗ്രില്ലിലും ഒക്കെ ബ്ലാക്ക് തന്നെയാണ്. ഗ്രില്ലൊക്കെ സെയിം ഗ്രില്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒക്കെ ബ്ലാക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ പോകുന്നുണ്ട്. DRL വരുന്നുണ്ട്. വലിയ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ബൾജ് ആയിട്ട് നിൽക്കുന്ന ആ ബോണറ്റ് ലൈൻ, ഈ ബോണറ്റ് ലൈൻ തന്നെയാണ് ഇതിന്റെ മുൻവശത്തിനെ ഭയങ്കര ഒരു ആകാര ഒരു വടിവർത്ത രീതിയിൽ ഇതിനെ ആക്കുന്നത്. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സിൽവർ കളറിലാണ് അതിന്റെ സ്കിഡ് പ്ലേറ്റ് പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സിന്റെ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്രില്ല് വരുന്നുണ്ട്. ഇവിടെയും ഒരു ചെറിയ ഗ്രില്ല് വരുന്നുണ്ട് ഈ ഗ്രില്ലിന് താഴെ. പിന്നെ നമ്മൾ ടിൻപീക്ക് ലോഗോന്റെ അടിയിലായിട്ട് 360 ഡിഗ്രി ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ക്യാമറ. പിന്നെ നമുക്കിവിടെ ഫോഗലാമ്പ് വരുന്നു. അതിന്റെ ചുറ്റുമൊക്കെ ഒരു പ്ലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ എയറോ ഡൈനാമിക് ഡിസൈനിലാണ് ഇതിന്റെ വശങ്ങളിൽ ഡൈനാമിക്സും കാര്യങ്ങളും എല്ലാം പോയിരിക്കുന്നത്. അപ്പോ എങ്ങനെയുണ്ട് ഈ ബ്ലാക്കിൽ നിൽക്കുന്ന ഇതിന്റെ ഈ മുൻവശം? നല്ല രസമുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഗ്രില്ല് ഒന്ന് ക്രോമിയം കൊടുക്കാമായിരുന്നു. പക്ഷെ ഇതിനെ ഫുൾ ബ്ലാക്ക്, നെപ്പോളി ബ്ലാക്ക് എന്ന് വിളിക്കുമ്പോൾ പിന്നെ എല്ലാം ബ്ലാക്ക് തന്നെയാണല്ലോ. പിന്നെ നമുക്ക് ഇവിടെ റെയിൻ സെൻസിങ് വൈപ്പറിന്റെ സെൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ വൈപ്പർ കണ്ടില്ലേ, ഈ ബ്ലേഡ് വലുതും ഈ ബ്ലേഡ് ചെറുതുമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ആ 2 ഗ്ലാസ് വൈപ്പറിന്റെ ബ്ലേഡ് തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് 18 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീൽസും ബ്ലാക്കിൽ പൊതിഞ്ഞ് നിർത്തിയേക്കാണ്. പിന്നെ ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ബ്രേക്കിന്റെ കാലിവറൊക്കെ സിൽവറിൽ കാണാൻ സാധിക്കുന്നത്. അതിന് റെഡ് കളർ കൊടുത്താൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ഇവിടെ ടിൻപീക്ക് ലോഗോ ക്രോമിയത്തിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലാഡിങ് പോകുന്നുണ്ട്. അത് SUV ഒരു ക്യാരക്ടർ ലൈൻ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലാഡിങ്ങും ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ്ങും പോകുന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലേ? പിന്നെ ഇവിടെയൊക്കെ ബോഡിയിൽ ഒരു മസിൽ ലൈൻ പോകുന്നുണ്ട്, അറ്റം വരെ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോഡി കളർ കൂട്ടുള്ള മിറർ, പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അടിയിൽ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറയും കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോ ഫോൾഡ് മിററാണ്. 4695 മില്ലിമീറ്റർ നീളമുള്ള ഒരു വാഹനമാണ്. പക്ഷെ നമുക്ക് സുഖമായിട്ട് സിറ്റിയിലും അതുപോലെ തന്നെ എല്ലായിടത്തും പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോയ് പോലെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വാഹനമാണ് XUV 700. പിന്നെ നമുക്ക് XUV 700 ആദ്യം പ്രത്യക്ഷപ്പെട്ടിരുന്ന ഈ ഹാൻഡിൽ പ്ലസ് ഡോർ ഹാൻഡിൽസ്, അത് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അതും ബോഡി കളർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ബി പില്ലറും
സി പില്ലറും എല്ലാം ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റൂഫ് റെയിൽ പോകുന്നുണ്ട്, അത് ഫങ്ഷനിങ് അല്ല, അത് ജസ്റ്റ് നമുക്ക് ഭംഗിക്കുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ XUV500 കണ്ട ആ ഒരു ഷോൾഡർ ലൈൻ അത് ഇവിടെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഇതിന്റെ XUV700 ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ അടിയിലായിട്ട് നമുക്കൊരു വലിയൊരു ക്ലാഡിങ് പോകുന്നുണ്ട്, ബ്ലാക്ക് കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഒക്കെ അതിന്റെ നല്ല നിലവാരം കൂടിയ പ്ലാസ്റ്റിക് ആണ്. അതിന്റെ അടിവശത്തും പിന്നെയും ഒരു ബ്ലാക്ക് അങ്ങനെ ക്ലാഡിങ് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ റിയറിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അലവീൽസ് ഒക്കെ കണ്ടില്ലേ, എനിക്ക് ബ്ലാക്ക് കളർ പൊതുവെ ഇഷ്ടമാണ്, അതിന്റെ പേര് തന്നെ എനിക്ക് അലവീൽസും ബ്ലാക്ക് വന്നപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇവിടെ ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ ടൈൽ ലാമ്പ് യൂണിറ്റിന്റെ ടൈൽ ലാമ്പ് വശങ്ങളിൽ കയറി നിൽക്കുന്നു. ഇതെല്ലാം മുന്നേ കണ്ടിരുന്ന 700 പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഫുള്ള് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ 2 പ്ലേറ്റ് ഇവിടെ വരുന്നുണ്ട്, അതും എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ വലിയ ഒരു സൈഡ് കോട്ടൺ ഗ്ലാസ് വരുന്നുണ്ട്, അതിന്റെ വശങ്ങളിലും ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തു നിർത്തിയിട്ടുണ്ട്. നല്ല ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോട്ടൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് റോ സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല. 700 റിയലിലേക്ക് വരുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ പോകുന്നുണ്ട്, അത് ഇപ്പുറത്തുനിന്നും കണക്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. വലിയ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ XUV700 എന്നുള്ള ബാഡ്ജിങ് AX7L, അതായത് ലക്ഷറി ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, അതിന്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു, ക്രോമിയത്തിലാണ്. ഇവിടെ ഡിഫോഗേഴ്സ്, വൈപ്പർ, സ്റ്റോപ്പ് ലാമ്പ്, വാഷർ, പിന്നെ GPS കണക്ട് ആയിട്ടുള്ള ഷാർപ്പിൻ ആന്റിന. ഇവിടെ ടിൻ പീക്ക് ലോഗോ ക്രോമിയത്തിൽ കൊടുത്തിരിക്കുന്നു. ക്രോമിയത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു, അതായത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, 360 ക്യാമറയുടെ റിവേഴ്സ് ക്യാമറ. പിന്നെ ഈ ഇവിടെ ഒരു തള്ളി നിൽക്കുന്ന ഒരു പ്രൊഫൈൽ കണ്ടില്ലേ, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ബൾജി നിൽക്കുന്ന തരത്തിലുള്ള പ്രൊഫൈൽ, അതായത് ഇവിടെയും തള്ളി നിൽക്കുന്നുണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് ഡാർക്ക് ഫിനിഷിങ്ങിലാണ് ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ 2 റിഫ്ലക്ടർ അപ്പുറം വരുന്നുണ്ട്, അതിന്റെ വശങ്ങളിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ ഇപ്പുറത്തും ഇപ്പുറത്തായിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. മൊത്തത്തിൽ ഇതിന്റെ റിയർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്രണ്ടിനേക്കാളും. നല്ല മനോഹരമായിട്ടുള്ള ഒരു റിയർ ഒരു സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ഇവിടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു, അത് തന്നെ പൊക്കാം. അപ്പോ സാധാരണ എല്ലാ 7 സീറ്റർ വാഹനങ്ങൾ പോലെ തന്നെ ഇവിടെ ഇത്രയും സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് മൂന്ന് അത്യാവശ്യം ഹൈറ്റുള്ള വീതിയുള്ള ബാഗുകളൊക്കെ വെക്കാം. അതിനുള്ള സ്പേസ് തന്നെ സാധനം എല്ലായിടത്തും ഉണ്ടാവുള്ളൂ. ഒരു ടൂൾ കിറ്റ് കൊടുത്തിരിക്കുന്നു, സ്റ്റെപ്പിൻ ടയറിന്റെ അടിയിലാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അടച്ചാലോ, അടയ്ക്കാനായിട്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടഞ്ഞു പോകും. ഈ വാഹനത്തിന്റെ ഇടതുവശത്തായിട്ടാണ് 60 ലിറ്ററിന്റെ ഡീസൽ ടാങ്കിന്റെ ക്യാപ്പ് വരുന്നത്. ഇത് ഡീസൽ വാഹനമാണ്. ഇവിടെ അഡ്രിനോക്സിന്റെ ഒരു കണക്റ്റിംഗ് ഫീച്ചേഴ്സിന്റെ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്, അപ്പുറത്തുള്ള പോലെ ഇപ്പുറത്തും വരുന്നുണ്ട്. ഈ സ്പോയിലറിന്റെ ഇവിടെ ഒരു ത്രികോണം പോലെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ വശങ്ങളിലുള്ള ഈ ലൈനുകളും കാര്യങ്ങളൊക്കെ, ഈ ഷോൾഡർ ലൈൻ എല്ലാം നല്ല മനോഹരമായിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 200 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡ് യാത്രകളൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ XUV700. ഞാനിപ്പോ 700ന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് ഡ്രൈവർ സീറ്റിലാണ്. നിലവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നിലവാരത്തിലാണ് ഈ വാഹനം പണിത് വെച്ചിരിക്കുന്നത്. അതായത് എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും ഏത് മോഡൽ എടുത്ത് നോക്കിയാലും അടിപൊളിയാണ്. ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എന്ത് രസമല്ല ഇതിന്റെ ഈ കളർ ടോണും കളർ കോമ്പിനേഷനും എല്ലാം കൊണ്ടും ഓരോരോ പാർട്സുകളും അത്രമാത്രം ക്വാളിറ്റിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഡിസൈൻ ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനിലാണ് ഇതിന്റെ ഇന്റീരിയർ വന്നിരിക്കുന്നത്. അതായത് ഒരു ഇന്റർനാഷണൽ ഒരു രീതിയിലേക്കാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ മഹേന്ദ്ര പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഈ വാഹനം ഒരുപാട് കയറ്റി ചെയ്യുന്നുണ്ട്. കാരണം അന്യ രാജ്യത്തുള്ള വാഹനങ്ങളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഡ്രൈവ് സീറ്റിൽ നമുക്ക് ഇരിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ മഹേന്ദ്രയുടെ, നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ വാഹനത്തിന്റെ പേരിൽ തന്നെ വളരെ സന്തോഷമുണ്ട് ഇതിലൊക്കെ ഇരുന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ. അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഇറങ്ങിയ മോഡലിലൊന്നും വെന്റിലേറ്റർ സീറ്റ് വന്നിരുന്നില്ല, ഇതിൽ വെന്റിലേറ്റർ സീറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആ സീറ്റിന്റെ ആ കുഷനിങ് കണ്ടില്ലേ, എന്ത് രസമല്ലേ. അതിന്റെ ബൗൾസേഴ്സും കാര്യങ്ങളും ഒക്കെ നല്ല മനോഹരമായിട്ടാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ പാർട്സുകളും നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ടായാലും, ഞാൻ അത്യാവശ്യം നീളമുള്ള ആളാണ്, എന്നിട്ടും എനിക്ക് നല്ല ഒരു
തൈ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റോട്ടറി സ്വിച്ച് പോലെ സാധനം കണ്ടില്ലേ, അത് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നടുവിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു മുഴ ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ തള്ളി വരും സീറ്റിനുള്ളിൽ നിന്ന്, അതിനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്, നല്ല സുഖം ഇരിക്കാനായിട്ട്. നമ്മളെ സീറ്റിന്റെ സ്ലാൻഡിങ്ങിന്റെ സ്വിച്ച് ചെയ്ത് ഇവിടെയാണ് വരുന്നത്. സ്ലാൻഡിങ്ങിന്റെ ഇവിടെയും നീക്കാനുള്ളത് ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്വിച്ചാണ്. ഇത് കണ്ടില്ലേ, മെമ്മറി 1 2 3 മെമ്മറി സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു നമ്മുടെ ലിവറിന്റെ ഇത് സ്റ്റീൽ ഫിനിഷിങ് അലുമിനിയം ഫിനിഷിങ് ചേർന്ന ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒക്കെ നല്ല നിലവാരത്തിലാണ് ഈ ബ്ലാക്ക് ഫിനിഷിങ്, ഈ പിയാൻ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോയിരിക്കുന്നത്. ഭയങ്കര ലക്ഷറി, തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു സുഖം കിട്ടുന്ന തരത്തിലാണ് ഇതിന്റെ പോകുന്നത്. അതുപോലെ തന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. മിറർ ഓട്ടോ ഫോൾഡ് നമുക്ക് ഇവിടെ സ്വിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പവർ വിൻഡോന്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് വൺ ടച്ചിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം, തുറക്കാൻ പറ്റും ഈ ഡോറിന്റെ ഗ്ലാസ്. നല്ല നിലവാരത്തിലാണ് ഇതിന്റെ മെറ്റീരിയൽ ഞാനൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ സോണിയുടെ ഒരു ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ കണ്ടില്ലേ ഈ പ്ലാസ്റ്റിക് ഒക്കെ, അതുപോലെ ഈ ഇതിലുള്ള ഈ ഫിനിഷിങ്ങും നല്ല അടിപൊളിയാണ് ഈ ഒരു ഏരിയ മൊത്തം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ, പേപ്പർ ഹോൾഡറും വരുന്നുണ്ട്, അംബ്രല്ല ഹോൾഡറും വരുന്നുണ്ട്. ഇവിടെ കുറെ പേപ്പർ ഡീലർഷിപ്പിലെ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 6 ഇഞ്ചിന്റെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ്, ഇത് ലൈറ്റ് ആണ്, ഇത് ഇൻഡിക്കേറ്റർ അല്ല, ലൈറ്റ് ആണ്. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ ഡോറിന്റെ സെറ്റപ്പ് ഒക്കെ. നമുക്ക് ഏകദേശം ഒരു 85 ഡിഗ്രി തുറന്നു വെക്കാൻ പറ്റുന്ന ഒരു ഡോർ സംവിധാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നല്ല സ്പോർട്ടി ഫിനിഷിംഗ് തോന്നിക്കുന്ന സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒക്കെ നമുക്കൊരു ഫിനിഷിംഗ് അലുമിനിയം ഫിനിഷിംഗ് പോലത്തെ ഒരു സിൽവറും അലുമിനിയം പോലത്തെ ഫിനിഷിംഗ് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് AC-യുടെ വെന്റിന്റെ ചുറ്റും ഒരു ലെതർ ഫിനിഷിംഗ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഇവിടെ ഒക്കെ ഒരു ക്രോമിയം ഫിനിഷിംഗ് വരുന്നു. ഇവിടെ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്വിച്ച്, അതുപോലെ തന്നെ ESP സ്വിച്ച്, ഡമ്മി സ്വിച്ചുകൾ, ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ഇവിടെ മഹേന്ദ്രയുടെ ടിൻ പീക്ക് ലോഗോ, ഇവിടെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ നമുക്ക് സ്വിച്ചുകളും കാര്യങ്ങളും ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഒരു അലുമിനിയം ഫിനിഷ് വരുന്നു. ഈ സ്റ്റിച്ചിങ് ഒക്കെ നല്ല രസമുണ്ടല്ലേ, മനോഹരമായിട്ടുണ്ടല്ലേ. പിന്നെ നമുക്കിവിടെ നമ്മുടെ വൈപ്പറിന്റെ സ്വിച്ചുകൾ, ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ ഒരു സ്ക്രീൻ 12.5 ഇഞ്ചിന്റെ സ്ക്രീൻ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ മേലെ ഷീൽഡ്, ഇതെല്ലാം 700 അങ്ങനെ നിലനിർത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഓൺ ചെയ്യാം. ആഹാ, അടിപൊളി, എന്താ സെറ്റപ്പ് അല്ലേ. ഡീസൽ വാഹനമാണ്, ഇത് സ്റ്റാർട്ടിങ്ങിനാണ്, എന്നിട്ടും ഒരു സൗണ്ട് ഉള്ളിലേക്കില്ല. അല്ലേ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓഫ്, ഇത് ഓഫ് ആക്കിയിട്ടൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ ഇതിന്റെ സംഭവങ്ങളൊക്കെ. ചെക്ക് ടയർ ഡയറക്ഷൻ കണ്ടല്ലേ, നോക്കി. ആ, അടിപൊളി, ഭയങ്കര രസമല്ലേ, ഭയങ്കര നിലവാരം കൂടി എന്നുള്ളതാണ്, ഒരു രക്ഷയില്ല. അപ്പോ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേറ്റ് പോലെ എല്ലാ സകല സംവിധാനമുള്ള ഒരു മ്യൂസിക് സിസ്റ്റം. ഞാൻ ഇനി പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം നമ്മളിപ്പോ എല്ലാ 700 വീഡിയോയിലും പറഞ്ഞേക്കുന്നതാണ്. ഇത് നമ്മുടെ ഡ്രൈവ് മോഡ്, സിപ്പ്, സാപ്പ്, സൂം. അപ്പൊ വണ്ടി വരുന്നൊരു വരവ് കണ്ടില്ല, അടിയിലത്തെ ലൈറ്റ് കണ്ട ആ ഒരു ഇത് കസ്റ്റം അല്ലേ, അത് നമുക്ക് സെറ്റ് ചെയ്യാണ്ട് എന്താ ഓരോ കളറും മാറും, നിൽക്കുന്ന റോഡും മണ്ണും എല്ലാം മാറും കണ്ടില്ലേ. അടിപൊളി ടച്ച് സ്ക്രീനാണ്. നമ്മൾ എല്ലാ 700 വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും പറയണില്ല. ഞാനൊരു ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കൊടുത്തിരിക്കുന്നു. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. നമുക്ക് റിവേഴ്സ് ഒന്ന് ഇട്ട് നോക്കിയാലോ. ചെയ്യണില്ലേ, നമ്മുടെ ലിവർ അതിലും നമുക്ക് നല്ല ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. റിവേഴ്സ് ഇട്ടു. എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്തിരി കൂടെ വലിയ ഒരു സ്ക്രീനിലേക്ക് ഇത് ഇത്ര വരെയെങ്കിലും കൊടുക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ കുഴപ്പമില്ല, നല്ല റെസൊല്യൂഷൻ ഉള്ള ഒരു സ്ക്രീൻ സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ മഹീന്ദ്ര അല്ലേ. അപ്പോ ഇതൊക്കെയാണ് സ്ക്രീനിലെ കാര്യങ്ങൾ. നമുക്ക് ഇതിനകത്ത് ആദ്യം 70 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വന്നിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് 13 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് 83 കണക്ടിവിറ്റി ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ ഇവിടെ AC വെന്റ് വരുന്നു. ഇവിടെ ക്രോമിയത്തിന്റെ ഫിനിഷിങ് നന്നായിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഒരു നല്ല പ്രിയം ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ സ്വിച്ചുകളും കാര്യങ്ങളും. പിന്നെ നമ്മുടെ പരമ്പരാഗതമായ താറിലും 700 കണ്ടിരിക്കുന്ന ആ സ്വിച്ചുകൾ അങ്ങനെ കൊടുത്തിരിക്കുന്നു. കോക്പിറ്റിന് സമാന സ്വിച്ചുകൾ. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു.
ഇവിടെ നോ കോയിൻ നോ സ്മാർട്ട് കീ ഇതൊന്നും ഇവിടെ വെക്കരുത് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ 2 ചാർജിങ് സോക്കറ്റ് വരുന്നു. ഇവിടെ ഒരു ഫോൺ കയറ്റി വെക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് സ്വിച്ച്, പിന്നെ നമ്മുടെ ഗിയറിന്റെ സംവിധാനങ്ങൾ, ഇവിടെ ഒരു അലുമിനിയം ഫിനിഷിംഗ് പോകുന്നുണ്ട്. ഇവിടെ ഒക്കെ ചെയ്യാൻ ബ്ലാക്ക് ഫിനിഷിംഗിന്റെ ഒരു കൺസോൾ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇതില് വേറെ ഗിയർ സെലക്ടറും കാര്യങ്ങളൊന്നുമല്ല. ഇത് നമുക്ക് വോളിയത്തിന്റെ സ്വിച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ മ്യൂസിക്കിന്റെ ഒരു സൗണ്ട് കാര്യങ്ങൾ, റേഡിയോ, അതിന്റെ സംവിധാനങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് കീ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗ്ലോ ബോക്സ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാം. പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് സ്റ്റിച്ചിങ് നല്ല രസമുണ്ട്. ഇവിടെ ഒക്കെ നല്ല നിലവാരം കൂടിയിട്ടുണ്ട്. നല്ല നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ മിറർ നോർമൽ മിററാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് ഇവിടെ താക്കോൽ സൂക്ഷിക്കാം. അതുപോലെ ഗ്ലോ ബോക്സ്, ചെറിയ ഗ്ലോ ബോക്സ്, ആംറസ്റ്റ് കൊള്ളാം. പിന്നെ നമ്മളുടെ മിറർ ഹോൾഡർ, പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നുള്ള ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്, ഇപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പനോരമിക് സൺറൂഫ് കണ്ടില്ലേ, പൊളിച്ചല്ലേ, അടയ്ക്കാം. അതിനിപ്പോ എല്ലാ വണ്ടിയിലും സൺറൂഫ് കാണിച്ച് സൺറൂഫിന് ഒരു പ്രാധാന്യം ഇല്ലാത്ത പോലെയായി. ഇത് നമ്മുടെ ഇടതുവശത്തെ സീറ്റാണ്. നല്ല സൈസ് സപ്പോർട്ട് ഉണ്ട്, നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്. അടിപൊളിയാണ് ഈ ഫ്രണ്ട് സീറ്റിലെ യാത്ര. റിയർ സീറ്റിലെ യാത്ര നന്നായിരിക്കും. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങിയാണ്. അത്രയും ആത്മാർത്ഥത കൂടിയാണ് ഞാൻ പറയുന്നത്, ഈ റിവ്യൂ ചെയ്യുന്നത്. കാരണം നമ്മുടെ മഹീന്ദ്ര കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ഒരു ലക്ഷറി ഒരു ഫീലും ലക്ഷറി ഒരു ഫീച്ചേഴ്സും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിന്തകളാണ്. അത്രയും മനോഹരമാണ് ഇതിന്റെ ഈ ഇന്റീരിയർ ആയാലും. നമ്മൾ കൊടുക്കുന്ന കാശിന്റെ ഡബിള് മുതലുണ്ടെന്ന് നമുക്ക് പറയാം. അത്രയും ഒരു മനോഹരമായിട്ടാണ് മഹേന്ദ്ര ഇതിനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. നമുക്ക് ഇപ്പോ ഇതിന്റെ റിയറിൽ പോയി ഇരുന്ന് നോക്കിയാലോ. ഞാനിപ്പോ റിയർ സീറ്റിൽ വന്നിരിക്കുകയാണ് 700 ഞാൻ നേരത്തെ ഇരുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ആ ലെവലിലാണ് ഈ സീറ്റ് ഇപ്പോഴും കിടക്കുന്നത്. ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റും അങ്ങനെ തന്നെ കിടക്കുന്നത്. ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. എന്നിട്ട് ഇത്രയും സ്പേസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അടിപൊളിയല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് കണ്ടില്ലേ, നമുക്കിത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നീക്കാൻ പറ്റും. അതായത് ഫ്രണ്ടിലത്തെ ആളോട് നമുക്ക് പറയണ്ട, കുറച്ച് നീക്കിയിടൂ, കുറച്ച് ബാക്കിലേക്ക് ഇറക്കിയിടൂ, പറയേണ്ട ആവശ്യമില്ല. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ AC വെന്റ്, അതിലൊക്കെ ക്രോമിയം ഫിനിഷിങ്. ഇവിടെ ഒരു ഫോൺ വെക്കാം. ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് പോയിന്റ്. പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഹാൻഡിൽ. പിന്നെ നമ്മുടെ സൺറൂഫിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയാണല്ലേ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. 3 സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വിത്ത് ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെയൊക്കെ പേഴ്സ് കൊടുത്തിരിക്കുന്നു. അടിപൊളിയാട്ടാ, നല്ലൊരു യാത്രസുഖം കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് 700 ഉള്ളിൽ നമുക്ക് ഇതിനകത്ത് ക്യാപ്റ്റൻ സീറ്റും അവൈലബിൾ ആണ്. ആ വണ്ടി നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ 6 സീറ്റർ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇത് 7 സീറ്റർ ആണ്. ക്യാപ്റ്റൻ സീറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫീൽ തോന്നും. എന്നാലും 7 സീറ്റർ ആണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരാൾ കൂടെ കൂടുതൽ കയറിയിരിക്കുമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. പിന്നെ സെന്റർ വന്ന് ഹൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ സുഖമായിട്ട് നമുക്ക് അവിടെ കാലൊക്കെ വെച്ച് സുഖമായിട്ട് ഇരിക്കാം. നല്ല സൈസ് സപ്പോർട്ടുള്ള അടിപൊളി ഒരു സീറ്റാണ്. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റിനെ ഇങ്ങനെ ചെരിച്ചിടാം. അതിനുള്ള ലിവർ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നു, അപ്പുറത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നല്ലൊരു യാത്ര പ്രദാനം ചെയ്യുന്ന ഒരു അടിപൊളി ഒരു 7 സീറ്റർ ലക്ഷറി നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ഒരു മുതൽ ആണ് ഈ വാഹനം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ തേർഡ് റോ സീറ്റിലേക്ക് പോവാം. തേർഡ് റോ സീറ്റിലേക്ക് പോകണമെങ്കിൽ ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് ഇങ്ങനെയാണ്. ഈ ലിവർ ഞെക്കി കഴിഞ്ഞാൽ ആളങ്ങനെ തന്നെ മറിഞ്ഞു നോക്കണം. അത് ഞാൻ റെഡിയാണ് നിങ്ങളവിടെ പോകാനായിട്ടെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചവിട്ടി നമുക്ക് ഇങ്ങനെ കയറാം. സാധാരണ ഈ തേർഡ് റോ സീറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കും പിന്നെ അധികം ഉയരമില്ലാത്ത ആൾക്കാർക്കും വേണ്ടിയുള്ളത് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എല്ലാ വണ്ടിയുടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഇതിന്റെ കുറച്ചും കൂടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ മഹേന്ദ്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 2 സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു, 2 ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു, 2 AC വെന്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സബ് വൂഫർ കൊടുത്തിരിക്കുന്നു, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഹുക്ക്, നമുക്ക് സീറ്റ് ഉപയോഗിക്കണില്ലെങ്കിൽ മറച്ചിട്ടിട്ട് ലഗേജ് കയറ്റുമ്പോൾ
സാധനം തൂക്കണം ഹുക്ക്, ഇവിടെ 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ്, AC-യുടെ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച്, ഇതെല്ലാം കൊടുത്ത് മഹേന്ദ്ര അത്യാവശ്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ തെറ്റും പറയാൻ പറ്റുന്ന തരത്തിലല്ല ഈ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിനിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റമൊന്നും എഞ്ചിനിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും തകർപ്പൻ എഞ്ചിനാണ് ഈ XUV700 എഞ്ചിൻ. അതായത് 2.2 ലിറ്ററിൻ്റെ എംഹോക്ക് എഞ്ചിനും പെട്രോളിലേക്ക് വരുമ്പോൾ 2 ലിറ്ററിൻ്റെ എം സ്റ്റൈൽ എഞ്ചിനാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം ഡീസൽ എഞ്ചിനാണ്, അത് 2.2 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അപാരം വെച്ച് കഴിഞ്ഞാൽ അപാരമാണ്. കാരണം ഈ എഞ്ചിൻ മഹേന്ദ്രയുടെ സ്വന്തം പ്ലാന്റിൽ വികസിപ്പിച്ചെടുത്ത മഹേന്ദ്രയുടെ എല്ലാ ടെക്നോളജികളും യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് ഈ എഞ്ചിൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഹേന്ദ്രയുടെ തന്നെ സ്കോർപിയോ എൻ, അതുപോലെ തന്നെ താർ 3 ഡോർ വേർഷനും താർ റോക്സും എല്ലാം ഓടിച്ചിട്ട് നമ്മൾ ഈ 700 ഓടിക്കുമ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കണം എഞ്ചിൻ്റെ കാര്യത്തിൽ എന്ന് നമുക്ക് ഭയങ്കര ഡൗട്ട് തോന്നും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം ഞാൻ സ്കോർപിയോ എൻ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നി അതാണ് ഏറ്റവും നല്ല എഞ്ചിനും തോന്നി, നല്ല വണ്ടിയും തോന്നി. പക്ഷേ 700 ഓടിക്കുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ മഹേന്ദ്ര നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ എഞ്ചിൻ്റെയും മൊത്തം ബോഡിയുടെയും ഒരു പെർഫോമൻസ് വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ സ്കോർപിയോ എന്നിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് അതും ഇതായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇത്തിരി ബോഡി റോൾ ഉണ്ടെങ്കിൽ ഇതിൽ ബോഡി റോൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ വളവുകളൊക്കെ വളയ്ക്കുമ്പോൾ നല്ല അസാധ്യമായിട്ടാണ് അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ ഇത് 6 ഗിയർ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. നല്ല ഒരു ഗിയർ ബോക്സാണ്, നല്ല ട്യൂണിംഗ് ആണ്, ഭയങ്കര സ്ലീക്കായിട്ടുള്ള ഒരു ഗിയർ ബോക്സ് സിസ്റ്റമാണ് ഇതിൻ്റെ. അതായത് നമ്മൾ ആ ഗിയർ ചേഞ്ചിങ് ഒന്നും ഒട്ടും അറിയാത്ത രീതിയിലാണ് മഹേന്ദ്ര അതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ വാഹനം നമുക്ക് ഇതുപോലെയൊക്കെ ഇത്രയും രസകരമായിട്ട് ഒരു ഫൺ ടു ഡ്രൈവ് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമുക്ക് അറിയാം, പണ്ട് കാലങ്ങൾ തൊട്ട് തന്നെ മഹേന്ദ്രയുടെ എഞ്ചിനൊക്കെ നല്ല എഞ്ചിൻ തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും എഞ്ചിൻ്റെ കാര്യത്തിൽ മഹേന്ദ്ര ഒട്ടും വിട്ടുകൊടുക്കാറില്ല. നല്ല തകർപ്പ് എഞ്ചിൻ തന്നെ മഹേന്ദ്രയുടെ എഞ്ചിൻ. അപ്പോൾ ആരും ഇഷ്ടപ്പെടുന്ന, ആരും നോക്കി പോകുന്ന, വാങ്ങാൻ കൊതിക്കുന്ന ഒരു മോഡലാണ് XUV700. പക്ഷേ പൈസയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടോപ്പ് എൻഡ് വരുന്ന ഏകദേശം ഒരു 30 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീസൽ 2.2 ലിറ്ററിൻ്റെ എംഹോക്ക് എഞ്ചിൻ്റെ 6 ഗിയർ ഓട്ടോമാറ്റിക് വേർഷനാണ്. ഇതിന് ഏകദേശം ഒരു 30-32 ലക്ഷം രൂപ വരെ വില വരും. അപ്പോൾ നമുക്ക് അധികം പൈസ നമ്മുടെ കയ്യിലില്ല, എന്നാൽ ഇത്രയും വലുപ്പമുള്ള വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ 13,99,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ബേസ് മോഡലിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് കുറയും എന്നുള്ളൂ, എന്നാൽ എല്ലാ ഫീച്ചേഴ്സും ഒരുപാട് ഫീച്ചേഴ്സൊന്നും അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുമില്ല. അപ്പോൾ ആ വേരിയന്റിലേക്ക് നമുക്ക് കടക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാൽമുട്ടിനടക്കം 7 എയർ ബാഗ് ഇതിൽ മഹേന്ദ്ര കൊടുത്തിരിക്കുന്നു. അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അഡാസിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ വീഡിയോയും നമ്മൾ പറയുന്നതാണ്. ഡ്രൈവർക്കായാലും പാസഞ്ചേഴ്സിനായാലും യാതൊരുവിധ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് ഇതിലെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മഹേന്ദ്ര ഇതിനകത്ത് കൊടുത്ത് ഭദ്രമാക്കി. ഒരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് XUV700. അപ്പോൾ മഹേന്ദ്ര കമ്പനിയോടും ആനന്ദ് മഹേന്ദ്ര സാറിനോടും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റു ദിവസം മറ്റു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.